ലീഗ് ചെന്നെത്തിയ ദുരവസ്ഥയാണ്. അധികാരം കിട്ടിയപ്പോഴെല്ലാം ഭംഗിയായിട്ട് അഴിമതി പണം തന്നെ കണ്ടെത്തിയ ഒരു പാർട്ടിയാണത്. എല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ്. പാലാരിവട്ടം പാലം പ്രശ്നമുണ്ടായി. മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ലീഗിൻ്റെ മന്ത്രിയായിരുന്നല്ലോ. കേസ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയതാണല്ലോ, നമ്മുടെ എല്ലാം ഓർമ്മയിലതുണ്ടല്ലോ. പിന്നെ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന പത്രസമ്മേളനം, അവിടെ നിന്ന് യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായ മോയിൻ അലി തങ്ങളെ ഇറക്കി വിടുന്ന രംഗം, ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങൾ വഴി കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണല്ലോ. ലീഗ് ഓഫീസിൽ നടന്ന ഈ സംഭവങ്ങൾ ലീഗിനകത്തെ ഒരു പ്രശ്നം എന്നല്ലാതെ ഞങ്ങളെ ആരെങ്കിലും ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊക്കെ പരിശോധിക്കാൻ മലപ്പുറത്ത് ലീഗ് ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം പോലെയല്ല ലീഗിൻ്റെ യോഗം കണ്ടത്. പലതരം യോഗങ്ങളുണ്ടായി. ചില കുടുംബയോഗങ്ങൾ നടന്നു, ലീഗിൻ്റെ നേതാക്കന്മാരുടെ യോഗങ്ങൾ നടന്നു, പിന്നെ കമ്മിറ്റിയിലില്ലാത്തവർ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് കണ്ടു. വിചിത്രമായ ലീഗിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചുള്ള എല്ലാ സവിശേഷതകളും ആ യോഗത്തിലുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി നിശബ്ദനാക്കപ്പെട്ടു. ഇതെല്ലാം ജനങ്ങൾ കണ്ടതാണല്ലോ. ഇത് കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലീഗിനകത്ത് അഗാധമായ പ്രതിസന്ധിയുണ്ട്. ലീഗിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതാ പാർട്ടിയുടെ പ്രശ്നം. ഇത് ലീഗിൻ്റെ സംഭവങ്ങളാകെ നടന്നു, നമ്മൾ കണ്ടു. ഇത് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ നേതൃത്വമില്ലായ്മയാണ് ദൃശ്യമായത്. നേതൃത്വത്തിൻ്റെ കരുത്തല്ല ഇവിടെ കണ്ടത്. അഴിമതി പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തർക്കം കാരണമാണ് ലീഗിലുണ്ടായ പ്രതിസന്ധി എന്നത് വ്യക്തമാണ്. അത് രൂക്ഷമാവാനും പോവുകയാണ്. വസ്തുത ഇതായിരിക്കെ LDF ഗവൺമെൻറ്റിന് നേരെ CPM-ന് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തടി തപ്പാൻ ശ്രമിച്ചാലൊന്നും ലീഗ് നേതൃത്വം രക്ഷപ്പെടാൻ പോകുന്നില്ല. LDF ഗവൺമെൻറ് സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഉദാഹരണങ്ങൾ എന്നുള്ള നിലയിലാണ് അവർ CPM-നെ ആക്ഷേപിക്കുന്നത്. വളരെ വിചിത്രമായ വാദമാണിത്. ലീഗ് ഇപ്പോൾ പറയുന്ന ന്യായം പറയുന്നവർക്ക് തന്നെ വിശദീകരിക്കാൻ കഴിയാത്ത ന്യായമാണ്. കാണുന്നവരെ അപഹസിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഒരു ഗവൺമെൻറ്റാണത്. ലീഗിന് LDF ഗവൺമെൻറ്റിനോടുള്ള വിരോധം അധികാരം കിട്ടാത്തതിലുള്ള നിരാശയാണ്. അധികാരമില്ലാത്ത ലീഗിൽ തർക്കം എന്നത് സ്വാഭാവികവുമാണ്. ഇപ്പം കോൺഗ്രസ് നിശബ്ദമായിട്ടിരിക്കുകയാണ്. ഭാവിയിൽ കോൺഗ്രസിനകത്തും തർക്കമുണ്ടാവും. UDF രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകും. UDFൽ രൂപം കൊള്ളാൻ പോകുന്ന പ്രതിസന്ധിയുടെ തുടക്കമാണ് ലീഗിൽ നമ്മളിപ്പോൾ കണ്ട തർക്കങ്ങൾ. CPIM-ഉം കേരളത്തിലെ LDF ഗവൺമെൻറ്റും സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഗവൺമെൻറ് വികസന രംഗത്തും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ നല്ല മുൻകൈയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം കൂടുതൽ ജനപിന്തുണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ലീഗ് ചെന്നുപെട്ട പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാവാതെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാദങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും എന്നാണ് പറയാനുള്ളത്. KT ജലീൽ അദ്ദേഹത്തിന് കിട്ടിയ ചില വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ. ഇവിടെ ലീഗാണല്ലോ, IUML എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. CPM-ൻ്റെ നിലപാടുകൾ എപ്പോഴും രാഷ്ട്രീയ നിലപാടുകളാണ്. ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നയവൈകല്യങ്ങൾ കാരണം ചെന്നെത്തിയ ഒരു പ്രതിസന്ധിയാണിത്. അത് സംബന്ധിച്ച് അവരുടെ പ്രശ്നം എന്നുള്ള നിലയിൽ അവർ കൈകാര്യം ചെയ്യുന്നു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ കൂടുതൽ വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ ആ പാർട്ടിക്കകത്ത് കുറേ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പലതരം അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടി വരും. കേരള കോൺഗ്രസിൽ സമാനമായ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് വിഭാഗത്തെ LDFിലേക്ക് ഒപ്പം എത്തിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നത്. പിന്നീട് ജോസ് വിഭാഗം ഒപ്പം വരികയും ലീഗിൽ സമാനമായ പ്രതിസന്ധിയുണ്ട്. ലീഗ് ഒരു ഭിന്നിപ്പിന്റെ വക്കിലാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കാണും. കേരള കോൺഗ്രസ് ഒരു UDF ഘടകകക്ഷിയാണ്. ഒരു UDF ഘടകകക്ഷി എന്നുള്ള നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച കേരള കോൺഗ്രസ് 4 പതിറ്റാണ്ടിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ UDF വിടുകയാണ് ചെയ്തത്. അവർ UDF വിട്ടു. UDF വിട്ട കേരള കോൺഗ്രസ് M ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവരുടെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് LDF ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ LDF കേരള കോൺഗ്രസ് M-നെ മുന്നണിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു. അതിപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അല്ല, ഇത് ഇവിടെ ലീഗിലെ പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലീഗിലെ പ്രതിസന്ധിയാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ പിന്നെ ഈ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന ഒരു സ്ഥലമല്ല ഇത്. തങ്ങളുടെ കുടുംബത്തെ നേരിട്ട് ആക്ഷേപിക്കുന്ന തരത്തിൽ
തങ്ങൾ എന്ന് പറയുന്നത് ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനാണെന്ന് അവർ കരുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ ലീഗ് ആത്മീയ ആചാര്യന്മാരെ അത് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് തരംതാഴുന്ന ഒരു നിലപാടിലേക്ക് പോയോ? അല്ല, മുസ്ലിം ലീഗിനെ നമ്മൾ കാണേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗ് പ്രവർത്തിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ പല തരം സ്വഭാവങ്ങളുണ്ട് ലീഗിന്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ CPM-ൻ്റെ അതേ രീതിയല്ല ലീഗിന്, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ ലീഗിന് ലീഗിൻ്റേതായ സ്വഭാവവിശേഷങ്ങളാണ് ഉള്ളത്. ദീർഘകാലം അവർ അധികാരത്തിലായിരുന്നു. ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു 2 തവണയായിട്ട് ലീഗ് അധികാരത്തിലില്ലാത്ത ഒരു കാലം എന്നത് 1967 ശേഷം ഇതാദ്യമായി സംഭവിച്ചിരിക്കുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ട് വിഷയങ്ങളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ അവസരത്തിലും രൂപപ്പെട്ടു വരുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അപ്പം പറയാൻ പറ്റും. ഈ ചന്ദ്രികയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി അത് ലഘൂകരിക്കാനാണോ ലീഗിന്റെ ഒരു ശ്രമം? അല്ല, അതിപ്പോൾ ഒരു സാമൂഹ്യ വിഷയമാണ് കേരളത്തിൽ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗ് ആ പണം ആ പത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതി നമ്മുടെ സാധാരണ സാമൂഹ്യനീതിയുടെ നിയമങ്ങൾക്ക് വിധേയമായല്ല എന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ പത്രത്തിലെ ജീവനക്കാർ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ലീഗിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതുമായി ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള വാർത്തകൾ വരികയുണ്ടായി. ED നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്തയും വരികയുണ്ടായി. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇപ്പോൾ കിടക്കുന്നത്. അല്ല, ഇത് ഈ വിഷയത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് ചർച്ച ചെയ്ത് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേരാൻ പോണേ ഉള്ളൂ. അപ്പോൾ ചേർന്നതിൻ്റെ വിഷയങ്ങളെ കാണുമല്ലോ. അല്ല, കവിത എന്ന് പറഞ്ഞാൽ അത് സർഗാത്മക ആവിഷ്കാരമാണ്. അതൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. കവിത എന്ന് പറഞ്ഞാൽ കവിതകളല്ലേ. അതൊക്കെ സംബന്ധിച്ച് പിന്നെ അനുവാചകന്മാരും ആസ്വാദകന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. കവിത നന്നായിട്ട് വായിക്കുന്നവരാണ് പത്ര സുഹൃത്തുക്കൾ എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്കാണല്ലോ ഈ കവിതയോട് ഉള്ള വലിയ ആഭിമുഖ്യം. CPIM-ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഞാനിപ്പോൾ ഇന്ന് മറുപടി പറയുന്നില്ല. കാരണം വെച്ചാൽ പാർട്ടി, ഞാനത് പറഞ്ഞു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചേരാൻ പോവുക. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ നമ്മുടെ വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങൾ, ആനുകാലിക രാഷ്ട്രീയ കേരളാവസ്ഥ, അതെല്ലാം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്തതിന് ശേഷം നമ്മൾ കാണുമല്ലോ. അപ്പം നമുക്കത് പറയായിരിക്കും നന്നാവും. ഇന്നിപ്പോൾ ഞങ്ങളെ ഈ വെറുതെ സാധാരണഗതിയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട ഒരു കാര്യം ലീഗർക്കില്ലായിരുന്നു. അവരുണ്ടാക്കിയ പ്രശ്നം അവരുടെ സ്വന്തം പ്രശ്നം. ആ സ്വന്തം പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മ കൊണ്ട് നേരെ പന്ത് CPM-ൻ്റെ കോർട്ടിലേക്ക് അടിച്ച് കാര്യങ്ങളെ ഒന്ന് വഴിതിരിച്ചു വിടാനൊരു ശ്രമം ലീഗ് നേതൃത്വം നടത്തിയിരിക്കും. അപ്പോൾ അതിനോട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതേ ഉള്ളൂ.
ആ ഉത്തരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു. അണികൾ നല്ല ആത്മവിശ്വാസത്തിലാണല്ലോ. നമ്മൾ കാണേണ്ട വെച്ചാൽ ഒരു പാർട്ടി സമ്മേളനം, വിശേഷിച്ച് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിയുടെ നയരൂപീകരണ പ്രക്രിയയുടെ ഒരു ചർച്ച നടക്കുന്ന സംഭവമാണ്. സ്വാഭാവികമായിട്ടും ആനുകാലിക സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ടുള്ള പൊതുരാഷ്ട്രീയ നിലപാടിൻ്റെ രൂപീകരണത്തിൽ സാധാരണ അംഗങ്ങൾക്ക് കൂടി അവസരം നൽകുന്ന ഒരു പാർട്ടിയാണ് CPI. രാഷ്ട്രീയ പ്രമേയങ്ങളിൽ ആർക്കും ഭേദഗതികൾ അയക്കാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഈ സമ്മേളന പ്രക്രിയയുമായി ബന്ധപ്പെട്ടു പോകും. അതിവിപുലമായ ജനാധിപത്യ സംവിധാനവുമാണ് ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും CPIM പ്രവർത്തകർക്ക് ആ പാർട്ടി സമ്മേളനങ്ങളും അതിലെ അവരുടെ പങ്കാളിത്തവും ഉയർന്ന രാഷ്ട്രീയ ഉള്ളടക്കം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകരവുമാണ്. ആ പങ്കാളിത്തം സ്വാഭാവികമാണത്. അപ്പോൾ ആ നിലയിൽ ആണിപ്പോൾ സമ്മേളനം നടക്കാൻ പോകുന്നത്. സമ്മേളനം നടക്കുന്ന കാലത്തിൻ്റെ രാഷ്ട്രീയ സവിശേഷതകളുണ്ട്. അതിൽ CPIM നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവും. കേരളത്തിൽ വെച്ചാൽ സമ്മേളനം നടക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും കൂടുതൽ ആത്മവിശ്വാസവും ആവേശവും CPIM പ്രവർത്തകരിലുണ്ടാവും. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ CPIMലെ കേരളത്തിലെ CPIM അത് ഏറ്റെടുക്കുന്നത് ഒരു മികച്ച കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചേരാൻ പോകുന്നില്ലല്ലോ. ഓ, അല്ല, 14-ാം തീയതി സെക്രട്ടേറിയറ്റ്. അതായത് ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ചല്ലേ അത്തരം ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. പൊതുവെ സ്കൂളുകൾ തുറക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ഒരു തലമുറ ഒരു പ്രത്യേക കാലം മുഴുവൻ സ്കൂളുകളും കോളേജുകളും അടച്ചിടുന്നു എന്ന് വരുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ പ്രകാശനം എന്ന വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇല്ലാതാവുന്നുണ്ട്. കേവലം അക്കാദമിക് ആശയവിനിമയം മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ ക്യാമ്പസുകൾ തുറക്കുക എന്നുള്ളത് എപ്പോഴും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള മഹാരോഗത്തിൻ്റെ പ്രശ്നങ്ങളും സന്നിഗ്ധതകളും വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ ഗവൺമെൻറ്റിന് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയൂ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എത്രയും നേരത്തെ രോഗത്തിൻ്റെ കരാളത കുറഞ്ഞ് ക്യാമ്പസുകളൊക്കെ തുറന്ന് കുട്ടികൾ ആഹ്ലാദപൂർവ്വം സ്കൂളിലും കോളേജിലും പോട്ടെ എന്നല്ലേ അവസാനിപ്പിക്കാമല്ലോ. അല്ല, നിയമം ലംഘിക്കാത്ത ആരുടെയെങ്കിലും മേലെ പിഴയിട്ടതായിട്ട് ഞാൻ കണ്ടില്ല. നിയമലംഘനം നടത്താത്ത ആരുടെയെങ്കിലും മേലെ പിഴയിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചിട്ടാണ് നമ്മളെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്. സ്തുത്യർഹമായ
പ്രവർത്തനമാണ് നമ്മുടെ പോലീസ് സംവിധാനം ഈ സന്ദർഭത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളായതുകൊണ്ട് നിങ്ങളൊരു അവസരം കിട്ടിയാൽ നല്ല മനസ്സുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വിരോധപരമായിട്ട് തന്നെ എഴുതും. നിങ്ങളുടെ ആ നല്ല മാനസികഭാവം സാധാരണ പ്രകടിപ്പിക്കുന്നത്, പ്രകാശിതമാകുന്നത് ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോഴാണ്. നിയമം ലംഘിച്ച ഒരാൾക്ക് ചായ വാങ്ങിക്കൊടുക്കുമോ? അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ പറ്റുമോ? നമ്മൾ നിയമത്തിന് വിധേയമായിട്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. ഇതൊരു വല്ലാത്ത സന്ദർഭമല്ലേ? നമ്മൾ അതിൻ്റെ ഗൗരവത്തെ അല്ലേ കാണേണ്ടത്? നമ്മൾ ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് പിഴ ഇടണം എന്ന വാശിക്ക് നടക്കും. ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു വാശിയില്ലല്ലോ. ആൾക്കാർക്ക് പിഴ ഇടണം എന്ന വാശി ആർക്കുമില്ല. അതൊരു നല്ല കാര്യമായിട്ട് ആരെങ്കിലും പ്രകീർത്തിക്കും. പക്ഷേ നമ്മുടെ നിയമ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാധാരണയായി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട് എന്നല്ലാതെ കേരളത്തിലെ പോലീസ് സേന ഈ സന്ദർഭത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ പൊതു പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ ഉന്നയിച്ച ഈ പരിമിതിയാണോ അതോ ആ സേനയിലെ അംഗങ്ങൾ നടത്തിയ സേവനപരമായ കാര്യങ്ങളാണോ മുന്നിൽ എന്ന കാര്യം വിമർശനം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമായിരിക്കും. അവരുടെ ഹെൽമെറ്റ് വയ്ക്കാത്തവർക്ക് പോലും പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരമുള്ള കേസെടുക്കുക. അതൊരു വസ്തുതയാണ്. ഈ പുറത്ത് നിശ്ചയിക്കുന്ന വസ്തുതയാണ്. അതിനെ കണ്ണടച്ച് പോലീസിന് അങ്ങനെ നേരിടേണ്ട ആവശ്യമുണ്ട്. എപ്പോഴെങ്കിലും തിരുത്തപ്പെടും. നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, നമുക്ക് വിരോധമില്ലല്ലോ. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ, എത്ര തീവ്രമാണ് വിഷയം. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാർത്ത, രാവിലെ പത്രം TV തുറന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താ, മലയാളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രി വന്നിരിക്കുക, പോലീസും സംവിധാനം വന്നിരിക്കുക, വഴിയിൽ തടഞ്ഞു വെച്ച് എല്ലാവർക്കും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. ഇതല്ലേ പുറത്തുള്ള ആ സമീപനം. നമ്മൾ എത്രയും വേഗം കേരളത്തിൽ നമുക്ക് രോഗത്തെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താ, ഏറ്റവും കുറവ് ആളുകൾക്ക് രോഗം വന്ന നാടാത്. ബാക്കി സംസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താ, ഡൽഹിയിലും മാസ്ക് ഉണ്ട്. എന്താ കാരണം, എല്ലാവർക്കും രോഗം വന്നു കഴിഞ്ഞല്ലോ, ഓക്സിജൻ കിട്ടിയില്ലല്ലോ, ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, ആരോഗ്യ സംവിധാനം തകർന്നല്ലോ, എല്ലാവർക്കും രോഗം വന്നാണ്. ഇവിടെ നിങ്ങളുടെ ഒരു പത്രം ഉണ്ടല്ലോ, ഇവിടെ എന്താ എഴുതിയതെന്നറിയോ? ഇവിടെ മുഖപ്രസംഗം എഴുതി കേരളത്തിൽ. രോഗം വരാത്തത് കേരളത്തിൻ്റെ ദൗർബല്യമായി ചൂണ്ടിക്കാട്ടിയിട്ട് ലേഖനം എഴുതിയ നല്ല പ്രചാരമുള്ള പത്രം കേരളത്തിലുണ്ട്. ജനങ്ങളുടെ മുന്നിൽ സത്യമാണ് പറയേണ്ടത്. അസത്യം വലിയ അക്ഷരത്തിൽ കാണിക്കുന്നത് മാന്യമായ പത്രധർമ്മമല്ല. അത് നമ്മളെല്ലാം വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും. ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ നടപ്പിലാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. വാക്സിനേഷൻ യജ്ഞമെന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ കേന്ദ്രം ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. വാക്സിൻ നൽകുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു സാഹചര്യം. ഈ നിലപാട് ശരിയാണോ? ജനങ്ങളുടെ ജീവിതം വെച്ച് കേന്ദ്ര സർക്കാർ വന്നാണെന്നുള്ളത് ശരിയാണോ? അല്ല, വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച വാക്സിനേഷൻ നടത്തുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാക്സിനേഷൻ നടത്തിയിട്ടുള്ളതും കേരളത്തിലാണ്, ശതമാനപരമായ കണക്ക് വെച്ചുകൊണ്ട്. സ്വാഭാവികമായും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ വാക്സിനേഷൻ എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് അതിനെടുക്കുന്ന മുൻകൈ വളരെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് ആവശ്യമായ വാക്സിൻ നൽകണം. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, തുടക്കത്തിൽ കേന്ദ്രം വാക്സിൻ സൗജന്യമായി നൽകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് എല്ലാവർക്കും വാക്സിൻ നൽകുക എന്ന ഉത്തരവാദിത്തത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് വന്നത്. അവരുടെ നിലപാടിൻ്റെ പരിമിതി നമുക്ക് ഇപ്പോഴും തടസ്സമാറ്റി നിൽക്കുന്നു.
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നീക്കം പ്രതികരിച്ചു. അപ്പോൾ ഒരിക്കൽ മൊയ്തീൻ ലീഗിനെ വീണ്ടും കൊണ്ടുവരാനുള്ള കോലീബി സഖ്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വ്യാപകമായിട്ട് നടത്തിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ വാക്കുകൾക്ക് മൂല്യം കുറയും. നമ്മുടെ കോടതിയിൽ ഒരു സംഭവം ഉണ്ടായി. മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ ആശ്വസിക്കുന്ന ഒരു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ശരിയായ സന്ദേശമാണോ നൽകുന്നത്? കോടതിയിൽ പുറത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ പറഞ്ഞിട്ട് നൽകുന്ന രീതി ഒരു ശരിയായ സന്ദേശമാണോ നൽകുന്നത്? എങ്ങനെയാണ്? അല്ല, മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. അഭിഭാഷകർ അവരുടെ ചുമതലയും നിർവഹിക്കണം. സംഘർഷം ഒന്നിനും പോകാൻ വഴിയല്ല. സംഘർഷമല്ലേ തൊഴിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോ കോടതി പരിസരത്തേക്ക് റിപ്പോർട്ടിങ്ങിനായി ചെന്ന് കഴിഞ്ഞാൽ കൈയേറ്റം ചെയ്യുക, മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങി വയ്ക്കുക, സംഘം ചേർന്ന് ഇറക്കി വിടുക, ഈ ഒരു രീതിയാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. നേരത്തെയും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഒരു സംഘർഷങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല.